റെസ്പോൺസ് ഓഫ് സീരീസ് ആർ എൽ സർക്യൂട്ട്. അതുപോലെ നമുക്ക് സ്റ്റെപ്പ് റെസ്പോൺസ് ഓഫ് സീരീസ് ആർ സി ഉണ്ട്, ആർ എൽ സി ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് സീരീസ് ആർ എൽ സർക്യൂട്ട് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സീരീസ് ആർ എൽ സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. ഇതൊരു ഡി സി സർക്യൂട്ടാണ്. സ്വിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സീരീസ് ആർ എൽ സർക്യൂട്ടാണ്. ഐ ഓഫ് ടി ആണ് അതിൽ കൂടെ പോകുന്ന കറണ്ട്. സ്വിച്ച് നമ്മൾ ക്ലോസ് ചെയ്തെന്ന് വിചാരിക്കും. ഇനീഷ്യലി ഇൻഡക്ടറിൽ കൂടെ ചാർജൊന്നും സ്റ്റോർ ചെയ്തിട്ടില്ല. സോ നമുക്ക് അപ്ലൈ KVL ചെയ്യാം. അപ്ലൈ KVL. സർക്യൂട്ടിൽ KVL അപ്ലൈ ചെയ്തു. സ്വിച്ച് ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ V ഈക്വൽ ടു, അല്ലെങ്കിൽ V നോ E നോ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. V ഈക്വൽ ടു R into I plus L into di by dt. R into I of t ട്ടോ. R I of t plus L into di of t by dt. ഇനി നമുക്ക് ഇതിൻ്റെ എന്തെടുക്കണം? ടേക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഞാൻ LT എന്ന് ഷോർട്ട് ഫോം എഴുതുന്നുണ്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ V എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് DC വോൾട്ടേജ് സോഴ്സ് ആണ്. സോ അതെന്താവും? V by S ഈക്വൽ ടു R into I of t എന്നുള്ളത് I of S ആവും. L di by dt നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ടേബിളിൽ S ഇൻറ്റു I of S അല്ല, ലാപ്ലേസ് എടുക്കുമ്പോൾ മൈനസ് I of 0. അപ്പോൾ ഇൻഡക്ടർ ഇനീഷ്യലി ഡി എനർജൈസ്ഡ് ആണ്. അപ്പോൾ ഇൻഡക്ടർ ഇനീഷ്യലി ഡി എനർജൈസ്ഡ് ആണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം I of 0 0 ആണ്. അല്ല, ഇനീഷ്യലി അതിൽ കൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ V by S ഈക്വൽ ടു R ഇൻറ്റു I of S പ്ലസ് L S ഇൻറ്റു I of S. അതായത് I of S ഇൻറ്റു R പ്ലസ് L S. ഇതിൽ നിന്ന് നമുക്ക് I of S എത്ര കിട്ടും? V by S ഇൻറ്റു R പ്ലസ് S L അല്ലെങ്കിൽ L S. ഇനി നമുക്കിതിനൊന്ന് റീഅറേഞ്ച് ചെയ്യണം. നമുക്ക് I ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സൊല്യൂഷൻ കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ നമുക്ക് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. വോൾട്ടേജ് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ആയിരിക്കും. S ഇൻറ്റു ഈ R പ്ലസ് എൽ എസിലെ എസ്സിനെ ഒറ്റയ്ക്ക് ഒരു ടേമായിട്ട് നിർത്തണം. എപ്പോഴും നമ്മൾ എസ്സിനെ ഇൻഡിവിജ്വലി നിർത്തിയിട്ട് അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളെന്നെയാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുക. സോ എല്ലിനെ പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? S ഇൻറ്റു L ഇൻറ്റു S പ്ലസ് അല്ലേ? SL നിന്ന് L പോയാൽ ബാക്കി S ഉണ്ട്. പിന്നെ ആറിൻ്റെ ടേമിൽ L ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു L മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. ന്യൂമറേറ്ററിൽ L ഇപ്പോൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു, ഡിനോമിനേറ്ററിൽ L അവിടെ എക്സിസ്റ്റ് ചെയ്യും. സോ V ബൈ SL ഇൻറ്റു S പ്ലസ് R ബൈ L എന്ന് വരും. അതായത് V ബൈ L, ഈ Lനെ ഞാൻ ഡിനോമിനേറ്ററിൽ Lനെ മോളിലേക്ക് ന്യൂമറേറ്ററിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ V ബൈ L ഡിവൈഡഡ് ബൈ S ഇൻറ്റു S പ്ലസ് R ബൈ L എന്ന ഫോം കിട്ടും. ഇതിനെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ട് വേണം സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. ഇതാണ് നമ്മുടെ I of S. സോ ഈ I of Sനെ നമുക്ക് സോൾവ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കണം? ടൈം ഡൊമൈനിലുള്ള കറണ്ട്, അതായത് I of t ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ V ബൈ L ഈ ടേമിനെ നമുക്ക് എങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം? നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫസ്റ്റ് മോഡലാണിത്. A ബൈ S അല്ലേ? അപ്പോൾ പ്രോഡക്റ്റ് ആയിട്ടാണ് ഡിനോമിനേറ്റർ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ടേമിനെ നമുക്ക് A ബൈ S എന്ന് എടുക്കാം. സെക്കൻഡ് ടേമിനെ B ബൈ S പ്ലസ് R ബൈ L. നേരത്തെ ഞാൻ പറഞ്ഞത് ഓർമ്മയിട്ടില്ലേ? S പ്ലസ് 1 S പ്ലസ് 2 ആ ഒരു ഫോമിലാണ് നമ്മൾ പ്രോഡക്ട്സിനെ അറേഞ്ച് ചെയ്യുക. അതാണ് നമ്മളിവിടെ S പ്ലസ് R ബൈ L എന്ന് എടുക്കാൻ റീസൺ. ഇവിടെ LS ആയിരുന്നു അല്ലേ? അതിലത്തെ Lനെ നമ്മൾ പുറത്തേക്ക് ഔട്ട്സൈഡിലേക്ക് എടുക്കാൻ റീസൺ നമുക്ക് എപ്പോഴും S പ്ലസ് എന്നുള്ള ഫോം വേണം. നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ പറഞ്ഞപ്പോഴും പറഞ്ഞു S+1 ഇൻറ്റു S+2 ഇൻറ്റു S+3 അങ്ങനത്തെ ഒരു ഫോമിലാണ് ഡിനോമിനേറ്റർ അറേഞ്ച് ചെയ്യുക നമ്മൾ. സോ S പ്ലസ് എന്നുള്ള ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ Lനെ പുറത്തേക്ക് എടുത്തത്. ആ Lനെ ഞാൻ ന്യൂമറേറ്ററിലേക്ക് കൺസിഡർ ചെയ്യാൻ കാരണം എപ്പോഴും ഡിനോമിനേറ്ററിൽ എസ്സിൻ്റെ ടേംസ് അല്ലെങ്കിൽ എസ്സിൻ്റെ പ്രോഡക്ട്സ് നിന്നാൽ മതി. ബാക്കിയുള്ള ടേംസിനെ നമുക്ക് ന്യൂമറേറ്ററിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. A ബൈ S പ്ലസ് B ബൈ S പ്ലസ് R ബൈ L. ഇതിനെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. അപ്പോൾ
by partial fraction. By partial fraction എന്ന് പറഞ്ഞിട്ട് എയും ബിയും കണ്ടുപിടിക്കണം നമുക്ക്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എന്താ ഉള്ളത്? വി ബൈ എൽ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എൽ ഈക്വൽ ടു എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് ആർ ബൈ എൽ. ഇതിൽ എയും ബിയും കണ്ടുപിടിക്കലാണ് നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാം. എങ്ങനെ നമുക്ക് എയും ബിയും കണ്ടുപിടിക്കാം? രണ്ട് മെത്തേഡ് ഉണ്ട്. ഇതിലിപ്പോൾ ഒരു ഈസി മെത്തേഡ്, അതായത് ഇവിടെ ഇപ്പോൾ സ്ക്വയേഴ്സ് ഒന്നും വരാത്തതുകൊണ്ട് ഡിനോമിനേറ്ററിൽ പവറുകൾ സ്ക്വയറോ ക്യൂബോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു ഈസി മെത്തേഡ് എടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ സ്ക്വയേഴ്സൊക്കെ വന്നു കഴിയുമ്പോൾ ആ മെത്തേഡിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ഡെറിവേറ്റീവ്സ് ഒക്കെ എടുക്കേണ്ട ഒരു ആവശ്യം വരും. സോ അപ്പോൾ അത് ഫോളോ ചെയ്യുന്നതിനേക്കാൾ എളുപ്പമായിട്ട്, അതായത് ഡെറിവേറ്റീവ് വന്നാലും ഇല്ലെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡ് ഞാൻ പറയാം. അതായിരിക്കും നിങ്ങൾക്ക് എല്ലാത്തിലും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുക. കാര്യം ഇപ്പോൾ ഞാൻ ഇതിൽ ആദ്യം പറയാൻ പോകുന്ന മെത്തേഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് ഡെറിവേറ്റീവ്സോ അല്ലെങ്കിൽ ഡിഗ്രി കൂടുതൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ രണ്ടിലും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആദ്യം പറയാം. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിനെ ഈക്വലൈസ് ചെയ്യുക എന്ന് പറയും നമ്മൾ. അതായത് സെൻറ്ററിൽ ഒരു ഈക്വൽ സൈൻ ഉണ്ട്. അപ്പോൾ ഈക്വലിൻ്റെ അർത്ഥം എന്താ നമ്മൾ പറയാം? ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈക്വൽ ഇട്ടിരിക്കുന്നത്. പക്ഷെ അത് ഈക്വൽ ആവാൻ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും അല്ലേ? ഈ ഐഡും ബിയുടെയും വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് ഈക്വൽ ആവുള്ളൂ. സോ ഇതിൻ്റെ ഡിനോമിനേറ്ററും ഇവിടുത്തെ ന്യൂമറേറ്ററും, അല്ലെങ്കിൽ ഇവിടുത്തെ ഡിനോമിനേറ്റർ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിനോമിനേറ്ററിനോടും ലെഫ്റ്റ് സൈഡിലെ ന്യൂമറേറ്റർ റൈറ്റ് ഹാൻഡ് സൈഡിലെ ന്യൂമറേറ്ററിനോടും ഈക്വൽ ആവണം. സോ നമുക്ക് ആദ്യം ഡിനോമിനേറ്ററിനെ എങ്ങനെ ഈക്വലൈസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കോമൺ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ആളായിരിക്കും. ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്താ, അല്ലെങ്കിൽ LCM എന്താ? എസ് ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എൽ ആണ് ഇവിടുത്തെ കോമൺ ഡിനോമിനേറ്റർ. സോ ആ ഡിനോമിനേറ്റർ നമുക്ക് റൈറ്റ് സൈഡിലും സെറ്റ് ചെയ്യണം. എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം? നമുക്ക് ന്യൂമറേറ്റർ മാത്രം അങ്ങനെ തന്നെ എഴുതാം, വി ബൈ എൽ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ കമ്പയർ ചെയ്യാം. അറ്റ് എ ടൈം ഒരു ഫംഗ്ഷൻ മാത്രം അല്ലെങ്കിൽ ഒരു സെറ്റ് മാത്രം നോക്കാം. എ ബൈ എസ് ആണ് ഇപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഫംഗ്ഷൻ. എ ബൈ എസും ഇവിടുത്തെ കോമൺ ഡിനോമിനേറ്ററായിട്ട്, ന്യൂമറേറ്റർ നോക്കണ്ട, ഡിനോമിനേറ്ററായിട്ട് കമ്പയർ ചെയ്യാം. എയുടെ ഡിനോമിനേറ്ററിൽ എസ് ഉണ്ട്, അതിവിടെ ഉണ്ട് അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അപ്പോൾ എയുടെ ഡിനോമിനേറ്ററിൽ ഇല്ലാത്ത ഏത് ടേമാണ് ലെഫ്റ്റ് സൈഡിലുള്ളതെന്ന് നോക്കാം. അപ്പോൾ എസ് പ്ലസ് ആർ ബൈ എൽ എന്നുള്ള ടേം ലെഫ്റ്റ് സൈഡിലുണ്ട്, എക്സ്ട്രാ ആയിട്ടുണ്ട്. പക്ഷേ എയുടെ ഡിനോമിനേറ്ററിൽ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആ ഇല്ലാത്ത ടേം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇല്ലാത്ത ടേമിനെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ LCM എടുക്കുക എന്ന് പറയും ഇൻ ഷോർട്ട്. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്താ പറയുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പറയും. അപ്പോൾ അതും എളുപ്പമാണ്. പക്ഷേ രണ്ട് ഫംഗ്ഷൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമാണ്. പക്ഷെ നമുക്ക് എല്ലായ്പ്പോഴും ഈ രണ്ട് ഫംഗ്ഷൻസ് അല്ല വരിക. പാർഷ്യൽ ഫ്രാക്ഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട് 2, 3, 4 ഒക്കെ വരാം. സോ 3, 4 ഒക്കെ ഫംഗ്ഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അറ്റ് എ ടൈം നമ്മളെപ്പോഴും രണ്ട് ഫംഗ്ഷൻസാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? ഇങ്ങനെയും ഇങ്ങനെയും. പക്ഷേ രണ്ടിൽ കൂടുതൽ വന്നാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്സിൻ്റെ എണ്ണം കൂടും. അപ്പോൾ അങ്ങനെ കോംപ്ലക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യാം. വേറെ ഡിനോമിനേറ്ററിൽ എസ് ഉണ്ട്, ഇല്ലാത്ത ടേമായ എസ് പ്ലസ് ആർ ബൈ എൽ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ബിയുടെ ഡിനോമിനേറ്റർ നോക്കാം. അപ്പോൾ ബി നോക്കുമ്പോൾ ബീനെ മാത്രമേ നോക്കണ്ടൂ, എനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിയുടെ ഡിനോമിനേറ്ററിൽ എസ് പ്ലസ് ആർ ബൈ എൽ ഉണ്ട്. അപ്പോൾ അതും ലെഫ്റ്റ് സൈഡും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ബിയുടെ ഡിനോമിനേറ്ററിലുള്ള എസ് പ്ലസ് ആർ ബൈ എല്ലിനെ കൂടാതെ ഒരു എസ് ഇവിടെ എക്സ്ട്രാ ഉണ്ട്. സോ അത് ബിയുടെ ഡിനോമിനേറ്ററിൽ ഇല്ലാത്ത ടേമാണ്. അപ്പോൾ ആ ബിയുടെ കൂടെ എന്ത് ചെയ്യാം? ഈ എക്സ്ട്രാ ആയിട്ടുള്ള എസ്സിനെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അറ്റ് എ ടൈം ഓരോ ഫംഗ്ഷനെ, ഓരോ പോളിനോമിയലിനെയും എക്സ്ട്രാ ഇൻഡിവിജ്വലി എടുത്തിട്ട് എ ബൈ എസ്സിന് മാത്രം നോക്കുക. എന്നിട്ട് എയുടെ ഡിനോമിനേറ്ററിൽ ഏതാണോ ഇല്ലാത്ത അത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ബീനെ നോക്കുക, ബിയുടെ ഡിനോമിനേറ്ററിൽ ഇല്ലാത്ത എസ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് സി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ നോക്കുക. അപ്പോൾ അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ടേംസ് എടുത്ത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് എയും ബിയും കണ്ടുപിടിക്കണം. ഇനി ഇവിടെ ഒരു കാര്യം ചെയ്യണം, എനെ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്താ പാടുള്ളൂ? അറ്റ് എ ടൈം ഒരു അൺനോൺ മാത്രമേ ഈ ഇക്വേഷനിൽ എക്സിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ബീനെ 0 ആക്കണം. സോ പുട്ട് എസ് ഈക്വൽ ടു ബീനെ 0 ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? എസ്സിന് 0 കൊടുക്കാം. നമ്മുടെ എസ് ആണ് ഇപ്പോഴത്തെ വേരിയബിൾ. അപ്പോൾ എസ്സിന് ഞാൻ 0 കൊടുത്താൽ ബി എന്തായി പോവും? ബി ഇൻറ്റു 0 എന്നാവും, അതായത് 0 ആയി പോവും. ഇനി എസ്സിന് 0 കൊടുക്കാൻ പറഞ്ഞാൽ ആ ഇക്വേഷനിൽ എവിടെയൊക്കെ എസ് ഉണ്ടോ എല്ലായിടത്തും ഒരുപോലെ എസ്സിന് 0 കൊടുക്കണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വി ബൈ എല്ലും
റൈറ്റ് ഹാൻഡ് സൈഡിൽ എ ഇൻറ്റു എസിന് 0 കൊടുത്തു, ബാക്കി 0 പ്ലസ് ആർ ബൈ എൽ എന്ന് വരും. അതായത് എല്ലാം എല്ലാം ക്യാൻസലായി എ ഈക്വൽ ടു ബി ബൈ ആർ എന്ന് കിട്ടും. അതൊന്ന്. അപ്പോൾ എ കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ബി കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കണമെങ്കിൽ എനെ 0 ആക്കണം. അപ്പോൾ എസിന് എന്ത് വാല്യൂ കൊടുത്താലാണ് എ 0 ആവുക? നോക്കിയേ, എസ് പ്ലസ് ആർ ബൈ എൽ എന്നാണ്. സോ എസിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് ആർ ബൈ എൽ ആണ്. അപ്പോൾ നമ്മൾ എസിന് എന്ത് കൊടുത്താൽ മതി? മൈനസ് ആർ ബൈ എൽ എന്ന് കൊടുക്കാം. അതായത് മൈനസ് ആർ ബൈ എൽ പ്ലസ് ആർ ബൈ എൽ എന്തായിരിക്കും? 0 ആവും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വി ബൈ എൽ ഈക്വൽ ടു എ ഇൻറ്റു അല്ലേ, എ ഇൻറ്റു മൈനസ് ആർ ബൈ എൽ പ്ലസ് ആർ ബൈ എൽ എന്തായി? 0 ആയി. പ്ലസ് ബി ഇൻറ്റു മൈനസ് ആർ ബൈ എൽ. എസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് മൈനസ് ആർ ബൈ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എല്ലാം ക്യാൻസലായി. ബാക്കി ബി ഈക്വൽ ടു മൈനസ് വി ബൈ ആർ അല്ലേ. ഇവിടുത്തെ മൈനസ് ആർ ഇവിടെ ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ മൈനസ് വി ബൈ ആർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ എയുടെയും ബിയുടെയും വാല്യൂസ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വി ബൈ എൽ ഈക്വൽ ടു എയുടെ സ്ഥാനത്ത് വി ബൈ ആർ ബൈ എസ് പ്ലസ് ബിയുടെ സ്ഥാനത്ത് മൈനസ് വി ബൈ ആർ ആണ്. അപ്പോൾ ആ പ്ലസും മൈനസും കൂടെ മൈനസായി ബൈ എസ് പ്ലസ് ആർ ബൈ എൽ എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഐ ഓഫ് എസ് എന്നുള്ള ഫംഗ്ഷൻ. ഐ ഓഫ് എസ് കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം? ഐ ഓഫ് ടി കാണണം. ഐ ഓഫ് എസിന് ഐ ഓഫ് ടി കാണാൻ എന്തെടുക്കുക? ലാപ്ലേസിൻ്റെ ഇൻവേഴ്സ് എടുക്കുക. എൽ ഇൻവേഴ്സ് ഓഫ് ഐ ഓഫ് എസ് അല്ലേ. ഐ ഓഫ് ടിയുടെ ലാപ്ലേസ് എടുക്കുമ്പോഴാണ് നമുക്ക് ഐ ഓഫ് എസ് കിട്ടുന്നത്. അപ്പോൾ നേരെ മറിച്ച് ഐ ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുമ്പോഴാണ് നമുക്ക് ഐ ഓഫ് ടി കിട്ടുക. ദാറ്റ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് വി ബൈ ആർ. ഐ ഓഫ് എസിൻ്റെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ബൈ ആർ ബൈ എസ് മൈനസ് വി ബൈ ആർ ബൈ എസ് പ്ലസ് ആർ ബൈ എൽ. ഇനി ഇതിനാണ് നമ്മൾ ആദ്യം പറഞ്ഞ ടേബിൾ ആവശ്യം വരുന്നത്. വി ബൈ ആർ എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റാണ്, ബൈ എസ് എന്നുണ്ട്. സോ വി ബൈ 1 ബൈ എസ് എന്നുള്ള ലാപ്ലേസ് ആരുടെ ആയിരുന്നു? 1ൻ്റെ ലാപ്ലേസ് ആയിരുന്നു 1 ബൈ എസ് അല്ലേ. സോ നേരം അപ്പോൾ നമ്മൾ ടേബിൾ പഠിച്ചത് 1 ബൈ ആർ 1ൻ്റെ 1 ബൈ എസ് എന്നാണ്. അപ്പം നമ്മളിപ്പോൾ ഇൻവേഴ്സ് എടുക്കുന്നത്. സോ നമ്മളിപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പഠിച്ചത് നേരെ തിരിച്ച് ആലോചിച്ചാൽ മതി. അപ്പോൾ 1ൻ്റെ ലാപ്ലേസ് ആയിരുന്നു 1 ബൈ എസ്. സോ 1 ബൈ എസിൻ്റെ ഇൻവേഴ്സ് ആണ് ആര്? 1. സോ വി ബൈ ആർ ഇൻറ്റു 1 എന്ന് പറയുന്നത് വി ബൈ ആർ തന്നെ മൈനസ് നെക്സ്റ്റ് വി ബൈ ആർ എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ മാറ്റി നിർത്താം. മൈനസ് വി ബൈ ആർ ഇൻറ്റു 1 ബൈ എസ് പ്ലസ് ആർ ബൈ എൽ. 1 ബൈ എസ് പ്ലസ് ആർ ബൈ എൽ അഥവാ 1 ബൈ എസ് പ്ലസ് എ എന്നുള്ള ഫോം ആർക്കായിരുന്നു? ഓർമ്മയുണ്ടാവാം, ഇ റേസ് ടു മൈനസ് എ ടിയുടെ ഫോമായിരുന്നു 1 ബൈ എസ് പ്ലസ് എ. ഇതൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ആദ്യമേ ബേസിക് ലാപ്ലേസ് ട്രാൻസ്ഫോംസിൽ പറഞ്ഞു തന്നത്, ആ ടേബിൾ പഠിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇ റേസ് ടു മൈനസ് എ ടിയുടെ 1 ബൈ എസ് പ്ലസ് എ ആണ്. സോ ഇവിടെ 1 ബൈ എസ് പ്ലസ് എ എന്നുള്ള ഫോമിലാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ. എയുടെ സ്ഥാനത്താണ് ആർ ബൈ എൽ. സോ അതിൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് എ ടി ആയിരിക്കും. എയുടെ സ്ഥാനത്ത് ഇവിടെ ആർ ബൈ എൽ. അപ്പോൾ ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി. അപ്പോൾ ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി. അപ്പോൾ നമ്മുടെ ഐ ഓഫ് ടിയുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് വി ബൈ ആർ മൈനസ് വി ബൈ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി. അതിന് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഷോർട്ട് ചെയ്യാം. കാരണം വി ബൈ ആർ രണ്ടിലും കോമൺ ആയതുകൊണ്ട് വി ബൈ ആർ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി. അപ്പോൾ വി ബൈ ആർ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി എന്നാണ് ഒരു സീരീസ് ആർ എൽ സർക്യൂട്ടിൻ്റെ ഇക്വേഷൻ. നമുക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ 3rd മൊഡ്യൂൾ, അത് തൊട്ട് മുമ്പത്തെ മൊഡ്യൂളിൽ ട്രാൻഷ്യൻ്റ് അനാലിസിസ് ഓഫ് സീരീസ് ആർ എൽ സർക്യൂട്ടിൻ്റെ ഡി സി റെസ്പോൺസ് ഒക്കെ ചെയ്തപ്പോൾ ഓർമ്മയുണ്ടാവണം, ഈ ഇക്വേഷൻ തന്നെയായിരിക്കും അവിടെയും കിട്ടിയിട്ടുണ്ടാവുക. അത് നമ്മൾ എന്തായിരുന്നു, ഹോമോജീനിയസ് അല്ലെങ്കിൽ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞ് പെർട്ടിക്കുലർ ഇൻ്റഗ്രലും കോംപ്ലിമെൻ്ററി ഫങ്ഷൻസ് ഒക്കെ വെച്ചിട്ട് സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ കണ്ടുപിടിച്ചത്. സോ അവിടെ ആ ഒരു ഫോമിൽ കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് സെയിം ഇക്വേഷൻ തന്നെയാണ് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടിയത്. സോ അപ്പോൾ ഇവിടുത്തെ ആൻസേഴ്സ് രണ്ടും സെയിം ആണ്. പക്ഷെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ്
ലാപ്ലേസ് ട്രാൻസ്ഫോം മെത്തേഡാണെന്ന് മാത്രം. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്തത്. ഇത് തൊട്ട് മുന്നത്തെ 3rd മൊഡ്യൂളിൽ നമ്മളത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ മോഡൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. അതാണ് ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ ഒന്നും കൂടെ ലാപ്ലേസ് യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കുക സർക്യൂട്ട്സ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ മുമ്പത്തെ മെത്തേഡിനേക്കാളും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സീരീസ് RL സർക്യൂട്ടിൻ്റെ സ്റ്റെപ്പ് റെസ്പോൺസ് ആണ് കണ്ടത്. ഇനി ഇതേപോലെ നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ സീരീസ് RC സർക്യൂട്ട്സ് നോക്കണം. ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബേസിക് ട്രാൻസ്ഫോംസ് നമ്മൾ പറഞ്ഞ ടേബിൾസ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ടേബിൾസും കാര്യങ്ങളും നന്നായി പഠിച്ചിരിക്കണം.